PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദ കാലത്ത് തീരുമാനിച്ച തുടർ നടപടികളിൽ അനിശ്ചിതത്വമെന്ന് ബ്യൂറോ പറയുന്നു. പദ്ധതി പരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഇതുവരെ യോഗമൊന്നും ചേർന്നിട്ടില്ല. യോഗം എന്ന് ചേരുമെന്നതിൽ മന്ത്രിമാർക്ക് ഒരു തിട്ടവുമില്ല. ഉപസമിതി ചേരാത്തതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും വിവരം ലഭിക്കുന്നു. ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്തെ, ഈ CPIക്കാർക്ക് ആകപ്പാടെ ഒരു ചെറിയ പ്രശ്നമാണ്. അവരുടെ വോട്ട് ശതമാനം വന്നപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. പറയൂ ശ്രീജിത്ത്. SK തീർച്ചയായും CPIക്ക് ഈ PMC വിവാദത്തിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായി സംഭവിച്ച നഷ്ടമാണോ അതോ മറ്റെന്തെങ്കിലും ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ CPIക്കകത്ത് വളരെ സജീവമായി നടക്കുന്നുണ്ട്. എന്നാൽ CPI കൈകാര്യം ചെയ്ത PMC വിഷയത്തിലേക്ക് വന്നാൽ PMC വിഷയവുമായി ബന്ധപ്പെട്ട വിവാദകാലത്ത് CPM-നും CPI-നും തമ്മിലുണ്ടാക്കിയ ധാരണയിലെ പ്രധാന കാര്യമായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതും അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്ന കാര്യത്തെപ്പറ്റി പഠിക്കും എന്നത്. എന്നാൽ തീരുമാനം കഴിഞ്ഞ് ഏതാണ്ട് മാസങ്ങളായിട്ടും മന്ത്രിസഭാ ഉപസമിതി ഇതുവരെ ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല. ആ യോഗം അനിശ്ചിതമായി നീളുകയാണ്. എന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ചേരുമെന്ന കാര്യത്തിൽ CPM-ന്റെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ CPI മന്ത്രിമാർക്കോ യാതൊരു തിട്ടവുമില്ല. CPI മന്ത്രിമാരും CPM മന്ത്രിമാരും അടക്കം 7 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിയാണ് PMC പദ്ധതിയുടെ പുനഃപരിശോധിക്കുന്നത് പഠിക്കാൻ നിയോഗിച്ചത്. പണം വാങ്ങിയെടുക്കണമെന്ന കാര്യത്തിൽ CPM-ന് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ പോലും മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ഉപസമിതിയുടെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ്. അദ്ദേഹവുമായി രാവിലെ സംസാരിച്ചപ്പോൾ യോഗത്തിന്റെ തീയതി വൈകാതെ തന്നെ തീരുമാനിക്കും, ക്യാബിനറ്റ് ചേരുന്ന ദിവസം എല്ലാവരുമായി ആലോചിച്ച് തീരുമാനിക്കാം എന്ന പ്രതികരണമാണ് V. ശിവൻകുട്ടി നടത്തിയത്. എന്നാൽ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനും നടപടികൾ നീണ്ടുപോകുന്നതിലും CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നേരത്തെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടും ലേബർ കോഡുമായി ബന്ധപ്പെട്ടുമൊക്കെ CPM BJP ധാരണ എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആ ധാരണയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലൊരു തീരുമാനമാണ് പിന്നീട് VC നിയമന കാര്യങ്ങളിൽ ഉണ്ടായ ധാരണ. അതുകൊണ്ട് തന്നെ ഈ CPM BJP ധാരണ അല്ലെങ്കിൽ LDF BJP ധാരണ എന്ന ആക്ഷേപം കഴുകിക്കളയാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായേ തീരുമെന്ന വികാരത്തിലാണ് CPI നേതൃത്വം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.